ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണ്. ഞാനൊരു കുറുക്കല്ലേ, കൂവ കാച്ചുക, വിരകുക എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. നല്ല സാധനങ്ങളാണ്. ആദ്യം ഞാനൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി വെക്കാം. ഉരുളിയിൽ ഉണ്ടാക്കണം എന്നൊന്നുമില്ല, എനിക്ക് അത്രയും കട്ടിയുള്ള പാത്രമൊന്നും വേണമെന്നില്ല. കൂവ വേഗം കയറുന്ന സാധനമല്ലേ. പക്ഷെ എനിക്ക് കുറച്ച് വിശാലമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അതവിടെ നിന്ന് ചൂടാവട്ടെ. അടുപ്പ് കത്തിച്ച് നമുക്ക് ഉരുളി അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം ഇതിവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പം ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് കൂവയെ ഒന്ന് കലക്കി, പൊടിയല്ലേ, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതവിടെ നിന്ന് ചൂടാവട്ടെ. ഉരുളിയാകുമ്പോൾ ഇത്തിരി ചൂടാവാൻ ഇത്തിരി ടൈം വേണമല്ലോ. അപ്പം നമുക്ക് കൂവപ്പൊടിയാണിത്. കൂവ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ അറിയാത്തൊരു ആരോ റൂട്ട് പൗഡർ എന്നാണ് പറയുക കേട്ടോ ഇംഗ്ലീഷിൽ. അപ്പോൾ അത് നമ്മൾ അത് ചോദിച്ചു മേടിക്കുക. ഇതിപ്പോൾ ഞാൻ വീടുകളിൽ ഉണ്ടാക്കിയത് വാങ്ങി വെച്ചതാണ്. നല്ല പൊടിയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളത്തിലേക്ക് അത് ഇടണ്ട. ഞാനിപ്പോൾ ഇതുപോലെ ഒരു തവി എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ അതിനുള്ള ആളൊക്കെ ഉള്ളൂ ഇത് കഴിക്കാനൊക്കെ. ഇത് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കണം. ആദ്യം ഒന്നോടെ വെള്ളം ഒഴിക്കരുത്. ഒന്നോടെ വെള്ളം ഒഴിച്ചാൽ കട്ട കെട്ടിപ്പോയാൽ പിന്നെ പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കട്ട ഇല്ലാണ്ട്. പെട്ടെന്നായി കിട്ടും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സാധനമല്ല. ഒരുപാട് വെള്ളത്തേക്കാണെങ്കിൽ കട്ടയായിട്ട് ഇങ്ങോട്ട് വരികയുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കലക്കി കഴിഞ്ഞു. നല്ലോണം കുറച്ച് വെള്ളം വേണം കേട്ടോ. 2 ഗ്ലാസ് വെള്ളം. മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ എനിക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇവിടെ കാച്ചി വെച്ചിരിക്കുന്ന പാലാണ്. അതൊരു ഗ്ലാസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാച്ചിയ പാലാണ്. 1.25 ഗ്ലാസ് ചേർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പാലുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ. പാലില്ലാന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക്. പിന്നെ ടേസ്റ്റൊക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ട് മധുരമൊക്കെ അവനവൻ്റെ ഒരു ആവശ്യത്തിന് വേണം ചേർക്കാൻ. കുറുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത്തിരി മധുരമുള്ളത് നല്ലതാണ്. അതാണല്ലോ ഒരു രുചി. ഞാനിപ്പോൾ ഇതിന് ഒരു പാത്രം തന്നെ, ഒരു തവി തന്നെ എടുക്കുന്നുണ്ട്. ഒരു 1.25 തവി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ രുചി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സ്പൂണ് നാളികേരം. ഇതൊക്കെ അവനവൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട്, കൂടുതലുണ്ടെങ്കിലും രുചിയാണ്. കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ച് ചേർക്കുക. ഉള്ള പോലെയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുക. ഇങ്ങനെയൊന്നും അല്ലെങ്കിലും വെറുതെ ഒരു വെള്ളത്തിൽ നമ്മൾ പഞ്ചസാരയും കൂവയിട്ട് കുറുക്കിയാലും കൂവപ്പൊടി ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. മധുരം ചേർന്ന സാധനത്തിന് ഉപ്പൊരു ടേസ്റ്റ് ആയതുകൊണ്ട് ഒരു നുള്ള് കേട്ടോ. ആ മധുരം ഒന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യാണ്. അതിലേക്ക് ഞാനൊരു 4 ചെറുപഴം നുറുക്കി വെച്ചിട്ടുണ്ട്. പാളയംകോടൻ പഴം കേട്ടോ. പാളയംകോടൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെ സാധാ ടൈപ്പ് കേട്ടോ, ചെറിയ ടൈപ്പ് പഴം. ഒരു 4 ചേർത്തിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചേർക്കുക. ഞാനിപ്പോൾ ഇത്ര കുറച്ചായതുകൊണ്ടാണ് 4 ചേർക്കണേ. എല്ലാ സാധനവും ഇതിലേക്ക് കണ്ട് മിക്സ് ചെയ്യാനേ. എല്ലാം ഈ കൂട്ടിനി നമ്മൾ ആ ഉരുളിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഒന്ന് പറ്റിച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കും. അപ്പം ആദ്യം കുറച്ച് നാളികേരക്കൊത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിലൊന്ന് ഇത് വറുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം, പറ്റിക്കണം. വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളെ ഈ ഉരുളി ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതില്ലാതെയൊക്കെ നമുക്ക് കുറുക്കിയെടുക്കാം. ഇതൊക്കെ ഇപ്പം നമ്മളൊക്കെ ഓരോ ടേസ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് നെയ്യൊക്കെ ആദ്യം കൂട്ടും. ചില ഏലക്കയൊക്കെ 2 മണിയൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണതൊക്കെ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതൊന്നും ഇല്ലെങ്കിലും നമുക്ക്
കൂവപ്പൊടിക്ക് രുചിയൊക്കെയാണ്. അതായത് നാളികേരക്കൊത്ത് അതിലേക്കൊന്ന് ഇട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം അവിടെ ചുവക്ക മൂക്കൊന്നും വേണ്ട, കുറച്ചൊന്നുകൊണ്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കൈ തുടരെ അങ്ങോട്ട് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുക, അത്രേ വേണ്ടു. ഇത് ഇത്രയും മൂത്താൽ മതി കേട്ടോ, ഇതിലേറെ ഒന്നും മൂത്ത് പോകണ്ട. അപ്പം നമുക്ക് ഈ കൂട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഒഴിക്കണം കേട്ടോ. എല്ലാവരും ഒഴിക്കുമ്പോൾ കൈമേൽ ആവി കയറുമൊന്നും ചെയ്യരുത്, കാരണം ഇത് ചൂടാണ്. ഒന്നാമത് നമ്മുടെ ചട്ടി ചൂടായി കിടക്കുകയാണ്. ഇതങ്ങനെ അവിടെ കുറുക്കിയെടുക്കുക കേട്ടോ. ശർക്കര ചേർത്തിട്ടും ഇത് കുറുക്കാം. കുറേ ആളുകളൊക്കെ ശർക്കരയിലൊക്കെ ചെയ്യണ കണ്ടിട്ടുള്ളത്. ഞാൻ കഴിച്ച് ശീലിച്ച പോലെയൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പഞ്ചസാരയിലാണ് ഉണ്ടാക്കണേ. പൂപ്പൊടിയും നാളികേരം പഴമൊക്കെ ആകുമ്പോൾ എനിക്കൊരു പഞ്ചസാര ഒരു ഭംഗിയായിട്ട് തോന്നണേ, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത്. ഇതിങ്ങനെ ഇടതളവില്ലാതെ ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുക. ഇടത് ഇങ്ങനെ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങല്ല, ഇത്തിരി നേരം ആയി. അപ്പം നമ്മൾ നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആരും പോവരുത്, അടി പിടിച്ച് പോകും. അടി പിടിച്ച് പോയാൽ പിന്നെ കൊള്ളൂല ഈ സാധനം. ഏറ്റവും നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്, എളുപ്പമാണ് കേട്ടോ. പക്ഷെ നമ്മൾ വെച്ചിട്ടൊന്നും പോകരുത്. ഏലക്കയൊക്കെ വേണമെങ്കിൽ ഈ നേരത്തെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തൊന്നുമില്ല. ചേർത്താൽ രുചിയാണ്, നമ്മൾ രുചിക്ക് ചേർത്തുന്ന സാധനമാണ് ഏലക്ക. പക്ഷെ അപ്പോൾ നമ്മൾ ഈ പായസത്തിനും എല്ലാത്തിനും ഒരേ രുചി വരും. അപ്പോൾ കൊണ്ട് എനിക്കതിലൊരു താല്പര്യമില്ല. അത്യാവശ്യം നന്നായിട്ട് ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ കൈ ഇളക്കി അവരവരുടെ ആവശ്യത്തിനുള്ള കുറുകൽ കേട്ടോ. തിളയ്ക്കുമ്പോൾ തന്നെ വേവുന്ന സാധനം. പിന്നെ ഈ പരുവത്തിൽ വേണമെങ്കിൽ ഓഫ് ചെയ്യുക, കുറുക്ക് പോലെ കഴിക്കുന്നവർക്ക്. ഇതിലേറെ നന്നായിട്ട് ഇത് നല്ലോണം പറ്റിച്ചിട്ട് സെർവിങ് ഡിഷിൻ്റെ ഒക്കെ അടിയിൽ നെയ്യ് തടവി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കുറുകിയിട്ട് നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കണ പരുവത്തിലും ഇതെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ അങ്ങനൊന്നും ആക്കണില്ല. ഇവിടെ ഇത്തിരി കൂടെ ഒന്ന് പറ്റിച്ചാൽ മതി. ആ ഒരു പരുവാണ് ഇവിടെ ഇഷ്ടം. കുറച്ച് കുറുകിയ പരുവം തന്നെ രസം ഇവർക്ക്. ഇവിടുത്തെ ഒരു ഇഷ്ടം കേട്ടോ. ഇവരൊന്നും വല്ലാതെ കഴിക്കുകയൊന്നുമില്ല, ഞാനും ചിക്കൻ മാത്രമേ ഇപ്പോൾ ഇത് കഴിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കുറച്ചുണ്ടാക്കിയത്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിന് ഇവിടെ ഓഫ് ചെയ്യാണ്. പിന്നെ ഉരുളി നല്ല ചൂടുള്ളതുകൊണ്ട് ഒന്നും കൂടി ഇരുന്നിട്ടാണ് പറ്റും. അപ്പം ഞാൻ ഈ പരുവത്തിലും കൂടെ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് കുറച്ച് നെയ്യൂടെയൊക്കെ തുളിച്ചു കൊടുക്കാം. ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല, അതുകൊണ്ട് ഇടുന്നില്ല. ആദ്യം തന്നെ ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആകെ ഒരു കുറച്ച് സാധനമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് ആക്കി വെക്കാം. ഇത് കണ്ടോ, അത് ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ, ഇത്രയും കുറുകിയിട്ടുണ്ട്. അപ്പം ഒരു കുറുക്ക് പരുവത്തിനാണ്, നമ്മൾ കൂവ കുറുക്കിയതാണല്ലോ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടയ്ക്ക് ഈ പഴമൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, ഒരു തേങ്ങാക്കൊത്തൊക്കെ കടിച്ച് നല്ലൊരു രുചിയാണ്. അപ്പം നമ്മുടെ കൂവ കുറുക്കിയത് എല്ലാവരും കണ്ടല്ലോ. പിന്നെ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്രാവശ്യം ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ, മാറ്റം. നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൂടുതലായിട്ട് വല്ല മാറ്റം ഇതിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. ഞാനൊരു ഇത്തിരി ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യട്ടെ. മധുരം ഇതൊക്കെ നല്ല പാകമാണ്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ടേ നല്ല രുചിയുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.